ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മലയാള സിനിമയിലെ ഒരു പുതിയ യുഗപ്പിറവിയായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ റിപ്പോർട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇക്കിളിപ്പെടുത്തുന്ന കാര്യങ്ങളല്ല, പകരം എന്താണ് സൊല്യൂഷൻസ്. പ്രശ്നങ്ങൾ നമുക്കറിയാം, സൊല്യൂഷൻസ് എന്താണ് വേണ്ടത്. അതിന് പരാതി പരിഹാര സെല്ലുകളാണോ, അഥവാ ട്രൈബ്യൂണലാണോ, അല്ലെങ്കിൽ ഹെൽപ്പ് ലൈനുകളാണോ, കംപ്ലൈന്റ് മെക്കാനിസം ബെറ്റർ ആക്കുന്നതാണോ? 2-3 വളരെ പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന സജഷൻസ് ഉണ്ട്. ഉദാഹരണം, മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ പലരും സെറ്റിലേക്ക് കൊണ്ടുവരുന്നത് പൂർണ്ണമായിട്ടും അത് നിയമം മൂലം നിരോധിക്കാൻ കഴിയണം, അതിനെതിരെ ആക്ഷൻ എടുക്കാൻ കഴിയണം. പക്ഷേ ഒരേ പേ അഥവാ ഒരേ ശമ്പളം കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങൾ പ്രായോഗികമാണെന്ന് തോന്നുന്നില്ല. കാര്യം പൃഥ്വിരാജിനും ഐശ്വര്യ റോയ്ക്കും ഒരു സിനിമയിൽ ഒരേ പ്രതിഫലം കൊടുക്കാൻ കഴിയില്ല. രണ്ടുപേരും വേറെ വേറെ ബ്രാൻഡ് വാല്യൂ ഉള്ളവരല്ലേ. അതുകൊണ്ട് എക്സ്പ്ലോയിറ്റേഷൻ, ചൂഷണം, ലൈംഗിക ചൂഷണം, ഈ 2 കാര്യങ്ങൾ തടയാൻ തീർച്ചയായിട്ടും കഴിയണം. ഹേമ കമ്മിറ്റി, ശ്രീമതി ശാരദ, ശ്രീമതി വത്സലകുമാരി വളരെ നാളുകളെടുത്ത് തയ്യാറാക്കിയതാണ്. നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ സമൂഹം ഇതിനെ അവധാനതയോടുകൂടി സോഫ്റ്റ് ആയിട്ട്, സ്റ്റഡി ആയിട്ട് കൊണ്ടുപോകണം. ഇനി ഒക്ടോബറിൽ ഒരു കോൺക്ലേവ് വരുന്നുണ്ട്. ആ കോൺക്ലേവിൽ അമ്മയടക്കമുള്ള സംഘടനകളുടെ ആൾക്കാരെ കൊണ്ടുവന്ന്, ഫെഫ്കയെ കൊണ്ടുവന്ന് ഒരു സൊല്യൂഷൻ സെന്ററിൽ അല്ലെങ്കിൽ ഒരു പരിഹാരത്തിന് വേണ്ടി ഒരു നീക്കം ഉണ്ടാകും. ശ്രീ സിദ്ദിഖ് അടക്കമുള്ള വളരെ ആർജവമുള്ളവരാണ് ഇപ്പൊ അമ്മയുടെ തലപ്പത്തിരിക്കുന്നത്. നടൻ മോഹൻലാലിനെതിരെ നടന്ന അധിക്ഷേപത്തിൽ സിദ്ദിഖ് നടപടിയെടുക്കുകയും ആ വ്യക്തി അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. വളരെ ആർജവമുള്ള വ്യക്തികളുണ്ട്. ആ നേതൃത്വത്തെ കൂടെ വിശ്വാസത്തിലെടുത്ത് പോസിറ്റീവായ അപ്രോച്ചിൽ ഈ കാര്യങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനാകട്ടെ. സിനിമ നമ്മുടെ എല്ലാ അഭിമാനമാണ്. ബാക്കി എല്ലാ ഇൻഡസ്ട്രിയെക്കാളും മെച്ചപ്പെട്ട രീതിയിലാണ് കേരളത്തിലെ ഇൻഡസ്ട്രി പോകുന്നത്. തമിഴിനോടോ ഹിന്ദിയോടോ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഒരു കുടുംബം പോലെയാണ്. എന്നാൽ എല്ലാ കുടുംബത്തിലും പ്രശ്നം ഉള്ളതുപോലെ നമ്മുടെ സിനിമാ കുടുംബത്തിലും പ്രശ്നം ഉണ്ടാകാം. അത് പരിഹരിക്കാനുള്ള പോസിറ്റീവ് കാര്യമാണ്. നമ്മുടെ മീഡിയ അടക്കം ഈ കാര്യം റേസ് ചെയ്യുന്നത് പ്രധാനമാണ്. കാര്യം മീഡിയ റേസ് ചെയ്യുമ്പോൾ ഈ സെക്ഷൽ പ്രെഡേറ്റേഴ്സിന്, ഈ ചൂഷണം ചെയ്യുന്നവർക്ക്, എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർക്ക് ഒരു പേടി ഉണ്ടാകും, ഒരു ഫിയർ ഉണ്ടാകും. അതുകൊണ്ട് ആ ഫിയർ വളരെ ആവശ്യമാണ്. അതോടൊപ്പം സിനിമാ നയം വേണം, നടപടികൾ വേണം, നിലപാടുകൾ വേണം, നിയമം വേണം. ഈ കാര്യങ്ങൾ ആ പ്രോസസ്സിൽ പോകണം. നമുക്ക് രണ്ടുപേർക്കും തുല്യ വേതനം നൽകാൻ കഴിയില്ല. ബ്രാൻഡ് വാല്യൂ ശരിയാണ്, പക്ഷേ ഒരു സിനിമയിൽ അല്ലെങ്കിൽ ഒരു സിനിമയിൽ ഇത്ര സീനുകൾ, ആ സിനിമയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് ആർക്കാണ്? അതിനെന്തിനാണ് ഒരു പുരുഷ സ്ത്രീ വേർതിരിവ് വരുന്നത്? അല്ല, കാര്യം ചില സിനിമകളിൽ സ്ത്രീകൾക്കല്ലേ പ്രാധാന്യം കൂടുതൽ. ഫീമെയിൽ സെൻട്രിക് സിനിമയില്ലേ. നമ്മുടെ മഹാനടി, കേരളത്തിന്റെ മഹാഭാഗ്യമായ ശ്രീമതി മഞ്ജു വാര്യർ ലേഡി സൂപ്പർ സ്റ്റാറാണ്. മഞ്ജു വാര്യരും റോഷൻ ആൻഡ്രൂസും കൂടി ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ റോഷൻ ആൻഡ്രൂസിന് മഞ്ജു വാര്യരുടെ റേറ്റ് കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അവരുടെ സാലറി കൊടുക്കാനോ റെമ്യൂണറേഷൻ കൊടുക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ മഹാനടിയായ നയൻതാര, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ സൗത്ത് ഇന്ത്യ മുഴുവനും നയൻതാരയും വേറൊരാളും അഭിനയിക്കുമ്പോൾ നയൻതാരയ്ക്ക് തന്നെ കൂടുതൽ പ്രതിഫലം കൊടുക്കാൻ കഴിയും. കാര്യം ബ്രാൻഡ് വാല്യൂ, കഴിവ്, അവരുടെ സോഷ്യൽ മീഡിയ പ്രസൻസ്, അവരുടെ കണക്ട്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കൂടിയാണ് ഒരാളുടെ റേറ്റ്, പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നത്. ചില കാര്യങ്ങൾ പ്രായോഗികമായി കൂടി നമ്മൾ കാണണം, അപ്രായോഗികമായി പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഇതിന്റെ പുറത്ത് കേസ് എടുക്കണമെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും പ്രായോഗികമല്ല. 10 വർഷം മുമ്പ്, 20 വർഷം മുമ്പ് നടന്ന കാര്യങ്ങളുടെ പേരിൽ ഇതെങ്ങനെ കേസ് എടുക്കാൻ പറ്റില്ല. അവിടെയാണ് പ്രാക്ടിക്കലി ഫ്യൂച്ചർ ഓറിയന്റഡ് ആയി ഭാവി അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലങ്ങളിൽ ഇതെങ്ങനെ മെച്ചമാക്കാമെന്ന തീരുമാനവും നടപടികൾ, നയങ്ങൾ, നിലപാടുകൾ, നിയമം, ഈ കാര്യങ്ങളാണ് നമുക്ക് വരേണ്ടത്. ഒരു പോസ്റ്റ്മോർട്ടം അല്ല നമ്മൾ ചെയ്യേണ്ടത്. പകരം ഫ്യൂച്ചർ സെൻട്രിക് ആയ നിലപാടുകൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക. അതിലേക്ക് എത്താൻ നമ്മുടെ പൊതുസമൂഹത്തിന് കഴിയട്ടെ, മാധ്യമങ്ങളുടെ ജാഗ്രതയിലൂടെ കഴിയട്ടെ, നമ്മുടെ ഗവൺമെന്റുകൾക്ക് കഴിയട്ടെ. ഇത് കയ്യടിക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ഒരു രാഷ്ട്രീയ പാർട്ടി മുതിരുന്നത്. പ്രാക്ടിക്കലായ കാര്യങ്ങൾ പറയുക. കാര്യം 10,000-കണക്കിന് പേര് ജീവിക്കുന്ന സിനിമ കൊണ്ടാണ്, 10,000-കണക്കിന് കുടുംബങ്ങൾ പോകുന്ന സിനിമ കൊണ്ടാണ്. ആർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടാതിരിക്കട്ടെ. ഒരു കാര്യം കൂടെ പറയാം, എന്റെ സുഹൃത്തു കൂടിയാണ് പാർവതി അടക്കമുള്ളവർക്ക് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം. പാർവതി ആകട്ടെ, ശ്രീമതി ഭാഗ്യലക്ഷ്മി ആകട്ടെ, ആർക്കും അവസരം നിഷേധിക്കപ്പെടുന്നത് എല്ലാവർക്കും പോസിറ്റീവ് എൻവയോൺമെന്റ് ആക്കാൻ, നല്ലൊരു പുഷ് കൊടുക്കാൻ ഈ നല്ല റിപ്പോർട്ടിനാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.